ഷാജീസ് ക്രിയേഷൻസ് കാഞ്ഞിരപ്പുഴ. ഇന്ന് ജീൻസ് കൊണ്ടുള്ള ഒരു ഡോർമാറ്റാട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇത് 2 ഇഞ്ച് വീതിയിലും 25 ഇഞ്ച് നീളത്തിലും ആട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനൊരു 8 പീസ് നീളത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടുള്ള പീസുകളൊക്കെ നീളത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വെക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പീസ് മറിച്ച് വെച്ചും കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് കളറും വെക്കേണ്ടത്. അതൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ശരിക്കും ഒരു ജീൻസിൻ്റെ പാൻറ്റൊക്കെ മതി കേട്ടോ അത് ചെയ്യാൻ. അതിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഓരോ പീസും ഒന്നിടവിട്ട് മേലേക്ക് പൊക്കിയ ശേഷം അതിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേറൊരു പീസ് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അത് പിന്നെ മുകളിലേക്ക് നമ്മൾ പൊക്കിയ പീസ് പിന്നെ താത്തി കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ താഴെയുള്ള വേറെ ആ പീസുകൾ മേലേക്ക് പൊക്കിയിട്ട് വേറെ പീസ് വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ പീസുകൾ മറിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമ്മളിഷ്ടം പോലെ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ചെയ്താലും ഭംഗി നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു നോക്കിയെന്നുള്ളൂ. ഇങ്ങനെ ഓരോ പീസും വെച്ച് താഴെ വരെ അത് ഫുള്ളാക്കി കൊണ്ടുവരാം കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പോൾ നമുക്ക് പഴയ ജീൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാമല്ലോ. വെറുതെ കളയുന്നതല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യത്തിലും പെടുമല്ലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഡോർമാറ്റുകളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ഞാൻ ചാനൽ ഇപ്പോൾ കുറച്ചായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനെൻ്റെ ഒരു വീഡിയോയിൽ കുറേ ഡോർമാറ്റുകളുടെ ഡിസൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി കാണണേ. അതൊക്കെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. ഞാനെൻ്റെ വീഡിയോസിലൊന്നും വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കാൻ തുടങ്ങിയത്. ഇതുവരെ മ്യൂസിക്കാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് വിടുമ്പോൾ ഒരു തപ്പലുണ്ട്. അപ്പോൾ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ഡിസൈനിൽ ഓരോന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാതെ വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുമായി. പിന്നെ ഞാനിങ്ങനെ കുറേ ഡിസൈനുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കിയതൊക്കെ ഓരോരുത്തരിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യക്കാർക്ക് ഇങ്ങനെ കൊടുക്കണമുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാതെ വേഗം ഉണ്ടാക്കാമല്ലോ. ഒരു പണിയില്ല. ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുക, അത്ര പണിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ചാനലിൽ ഞാൻ ഡോർമാറ്റ് അല്ലാതെ ബെഡ്ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും വിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണണേ. നാല് സൈഡും അധികമായി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം 4 സൈഡും സ്റ്റിച്ച് ചെയ്യും വേണം കേട്ടോ. പിന്നെ വേറൊരു പീസ് തുണിയുണ്ട്. അതിൻ്റെ 4 ഭാഗം ബോർഡറായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഡോർമാറ്റ് റെഡിയായി.